അതെ, ദുബായ്ക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജബൽ അലി പോർട്ടിന്റെ അടുത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അവിടെ നല്ല പുലർച്ചെ ഈ 7 സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ളൊക്കെ വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഞാനും വാർത്തകൾ പല ഇന്റർനാഷണൽ, നമ്മുടെ നാഷണൽ ഇന്ത്യൻ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന, വിശ്വസിക്കുന്ന ചില ചാനലുകളും ചില ഗ്രൂപ്പുകളും ഉണ്ട്. അതിലൊന്നും ഞാൻ ഇതിട്ട് കണ്ടതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ചാനലുകളിലും ഇന്റർനാഷണൽ ചാനലുകളിലും ഒക്കെ ഈ ഒരു വാർത്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൺകൺഫേംഡ്, അൺവെരിഫൈഡ് പിക്ചേഴ്സും ഇമേജസും വാർത്തയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദുബായിൽ തുടർച്ചയായിട്ടുള്ള 7 സ്ഫോടനങ്ങളാണ്. ജബൽ അലി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് 20 മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് 7 സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ദുബായ് ഗവൺമെന്റ് ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല. അതിന്റെ കാരണങ്ങളൊന്നും ഇപ്പോഴും കാരണം അവ്യക്തമാണ്. സ്ഫോടനത്തിന്റെ ഔദ്യോഗിക കാരണം UAE അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംഘടനയും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ഇതൊരു മനുഷ്യ നിർമ്മിത എന്താ പറയുക, അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് മിസ്റ്റേക്ക് വല്ലതായിരിക്കും എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ കുറച്ചു മുമ്പ് ഒരു ന്യൂസ് കാണുന്നത് എന്താ, ഹൂത്തികൾ ആണ് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്തത്, ഹൂത്തികളുടെ ഡ്രോൺ എന്തോ വീണതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടു. ഒരുപാട് ചാനലിൽ കണ്ടതുകൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരോ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കണ്ടു കാണുമല്ലോ. അത്രയും വലിയ പുക ഇതിലൂടെ പോയിട്ടുണ്ട്, പുക പടർന്നിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്, ഉഗ്ര ശബ്ദം കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദുബായ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടെങ്കിൽ അത് ഔട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ അവരിങ്ങനെ മോണിറ്ററിൽ, റഡാറിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആരും ഇത് വാട്സപ്പിൽ അയക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജസ് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഔട്ടായി എന്നും പറഞ്ഞ് വന്നിട്ടുള്ള 1-2 എന്താ പറയുക ഇമേജസും വീഡിയോസുമാണ് നമ്മൾ ഇതുവരെ ഞാൻ ഈ സൈഡിൽ വെച്ച് തന്നത്. അപ്പോൾ അതിന് സത്യാവസ്ഥ ഒന്ന് പറയണം. ഇനി അങ്ങോട്ടൊക്കെ വ്യാപിക്കുന്നുണ്ടോ? ഓൾറെഡി ഈ ഹൂത്തികൾ അടിച്ചിട്ട് സൗദി പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹൂത്തികൾ അങ്ങോട്ട് കയറി അടിച്ച് സൗദിയുടെ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ 7 കപ്പലുകളിട്ടാണ് സൗദിയുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ സൗദിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന കപ്പലുകളാണ് ഇപ്പോൾ ചെങ്കടലിൽ വെച്ചിട്ട് ഹൂത്തികൾ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 കപ്പലുകൾ ഇപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സൗദി, അതായത് ഒരു ഇറാൻ അമേരിക്ക പേടിച്ചപ്പോൾ ഇറാൻ അടിക്കാണ്ട് നിൽക്കുന്നതുകൊണ്ടും ഇസ്രായേലും ഇറാൻ അടിക്കാണ്ട് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും അവിടെ അങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് മറ്റൊരു യുദ്ധം അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളും സൗദിയും കൂടെ തമ്മിൽ. സൗദിയിലുള്ളവർക്കും അറിയാം. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിച്ചു, പ്രത്യേകിച്ച് ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. അവർ പറയുന്നത് അവിടുത്തെ ജോബ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. ജോലി കിട്ടാനില്ല, കിട്ടിയവർക്ക് എന്താ പറയുക സാലറി കറക്റ്റ് വന്നിട്ടില്ല, ഒന്ന് സെറ്റായി വരികയായിരുന്നു. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ചായിട്ട് വീണ്ടും ഇഷ്യൂസ് തന്നെ ആയിട്ടുണ്ട്. പുതിയ ജോലികൾ ക്രിയേറ്റഡ് ആവുന്നില്ല അവിടെ, പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിലും അതുപോലെ തന്നെ ടൂറിസത്തിലും അങ്ങനെയുള്ള മറ്റ് പല സർവീസ് ഇൻഡസ്ട്രികളിലൊക്കെ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കുറേ പേരുടെ ജോലി പോയി, ഒറ്റയടിക്ക് സാലറി ഡൗൺ ആക്കി വെച്ചിട്ടുണ്ട്. പലർക്കും ഈ എൻഡ് ഓഫ് ബെനിഫിറ്റ് സർവീസ് ഒന്നും കൊടുക്കുന്നില്ല. പലരും ഇപ്പോൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്, പോയിട്ടുള്ള ആർക്കും ഇതിട്ട് കിട്ടിയിട്ടുമില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ദുബായ് എന്ന് പറഞ്ഞു. നമ്മളിതിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 4 മാസം കൊണ്ട് ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരത് മേക്കപ്പ് ചെയ്തിങ്ങനെ നിൽക്കും. എങ്കിലും ഈ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലെ അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല. നമ്മൾ പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ അടി നല്ല രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടി എന്നുള്ളത് കൊണ്ട്, അങ്ങോട്ടുള്ള ആളുകളുടെ ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടും ഈ ജോബിലുള്ള ഇൻസ്റ്റബിലിറ്റി ഉള്ളതുകൊണ്ടും പുതിയ പ്രൊജക്റ്റുകൾ കിട്ടാത്തത് കൊണ്ടുമൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. മാക്സിമം അവർ കവറപ്പ് ചെയ്യും, മറച്ചു വെക്കാൻ ട്രൈ ചെയ്യുമെങ്കിലും അത് പല രീതിയിലും പുറത്തോട്ട് വരുന്നുണ്ട്. അത് അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും. അത് എഫക്ട് ചെയ്യാത്ത പല ഏരിയകളുണ്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലും. അങ്ങനെ ഹെൽത്ത് കെയർ ഒന്നും വലിയ രീതിയിൽ ഇത് എഫക്ട് ചെയ്തിട്ടില്ല. അങ്ങോട്ടൊക്കെ എത്തണമെങ്കിൽ ഇത് മറ്റോടത്ത് ഇടിഞ്ഞിടിഞ്ഞിട്ടാണ് അങ്ങോട്ടൊക്കെ എത്തുക. ബാക്കിയുള്ള പല ഏരിയകളിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അപ്പം അത് അറിയുന്നവരുണ്ടെങ്കിൽ, സത്യമാണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അത് കമൻറ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വാർത്തകൾ അതിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ന്യൂസ് വരുന്നത് സെൻകോമും അതുപോലെ തന്നെ US പ്രസിഡൻറ്റും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറേ ചാനലുകൾ ഇപ്പം, പ്രത്യേകിച്ച് അമേരിക്കൻ ചാനലുകളും പ്രത്യേകിച്ച് അമേരിക്കൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇപ്പം ബൂം ചെയ്ത് ഇങ്ങനെ വാർത്തകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ട്രംപ് പറഞ്ഞ അനുസരിച്ചിട്ടല്ലാതെ അമേരിക്ക തകർന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞത് കേൾക്കാണ്ട് ഏത് രീതിയിൽ ഈ ഒരു യുദ്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ഒഴിവാവാം എന്ന് സെൻകോം ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ പിരിഞ്ഞു പോയവരും പിന്നെ ഇതിൽ തന്നെ ട്രംപിൻ്റെ ഭാഗം അല്ലാണ്ട് ചിന്തിക്കുന്ന ആളുകളുമായിട്ട് സെൻകോം ഡയറക്റ്റ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡയറക്റ്റ് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ട്രംപിൻ്റെ ഈ വട്ടൻ ബുദ്ധി എന്നല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള ആസൂത്രണ വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് പശ്ചിമേഷ്യൻ മേഖലയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധത്തിനായിട്ട്
സൈനിക വിശകലന വിദഗ്ധരിൽ നിന്നും തികച്ചും വ്യത്യസ്തവും പുതിയതുമായിട്ടുള്ള ആശയങ്ങളാണ് ഇപ്പോൾ സെൻകോം തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ഉള്ളതൊന്നും എല്ലാം നടക്കില്ല എന്ന് മുന്നോട്ട് പോകില്ല എന്നും കണ്ടതുകൊണ്ട് സെൻകോം ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ലെവലിലുള്ള ആൾക്കാരെ നേരിട്ട് കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും വിവരങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളുടെ പുനർക്രമീകരണം നല്ല രീതിയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഏകദേശം 80-90% മിസൈലുകളും മറ്റേ എന്താ പറയുക ഈ എയർ ഇൻ്റർസെപ്റ്റേഴ്സും ഒക്കെ തീർന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഇവിടെ പുനഃക്രമീകരണങ്ങൾ നടത്താം, ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്? കാരണം ഇത്രയും കാലം സെൻകോമിൻ്റെ എല്ലാം നോക്കിയിരുന്നത് അല്ലുദൈദായിരുന്നു. അല്ലുദൈദ് ഓൾമോസ്റ്റ് അവിടുന്ന് മാറ്റിയിട്ട് അത് അവിടുന്ന് ജോർദാനിൽ കൊണ്ടുവച്ച് നോക്കി. ജോർദാനിൽ അടി നല്ലപോലെ കിട്ടിയപ്പോൾ അത് ബഹ്റൈനിലെ 5th ഫ്ലീറ്റിലോട്ട് കംപ്ലീറ്റ്ലി മാറ്റി. അവിടെയും മൊത്തം അടി കിട്ടിയപ്പം ഇനി എവിടെ, ഇനി സൗദിയിൽ വേണോ, ഇനി എന്താ പറയുക UAE വേണോ, എങ്ങോട്ട് ചേഞ്ച് ചെയ്യാം? അത് മാത്രമല്ല ഇനിയിപ്പോൾ പുതിയ സിസ്റ്റങ്ങൾ എങ്ങനെ പുതിയൊരു ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കണം, ഇനി എവിടെയൊക്കെ പുതിയ അതായത് ടാഡും ഇതൊക്കെ ഓൾമോസ്റ്റ് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധിയിലാണ് സെൻകോമും അതുപോലെ തന്നെ US-ൻ്റെ കംപ്ലീറ്റ് നമ്മുടെ വാഷിങ്ടൺ ചിന്താഗതികൾ അങ്ങനെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ CNN, റോയിട്ടേഴ്സ്, ദ വാഷിങ്ടൺ പോസ്റ്റ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് 80% അമേരിക്കയുടെ ആയുധ ശേഖരം തീർന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. കുറേയൊക്കെ അതായത് ഇവിടെ ഉണ്ടായിരുന്നതിൽ കുറേ അമേരിക്ക അവിടെ നിന്ന് സമയം കൊണ്ട് എത്തിച്ചതും വരെ തീർന്നു പോയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇനി ഈ രാജ്യങ്ങൾക്ക് ഈ എന്താ പറയുക ഈ സൈനിക ഫെസിലിറ്റി സപ്പോർട്ട് കൊടുക്കുന്നതും കൂടെ ആണല്ലോ. അപ്പോൾ അത് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇനി എവിടെയൊക്കെ ആദ്യമൊക്കെ എന്തിനൊക്കെ പ്രിഫറൻസ് കൊടുക്കണം, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സെൻകോമും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഡിഫൻസ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. ഐഡിയ ഇല്ല മീൻസ് എങ്ങനെ ഇത് തടുക്കണം, ഇനി തടുത്തതിൻ്റെ ഇടയിൽ കൂടെ യുദ്ധം ഇനിയും വരികയാണെങ്കിൽ വീണ്ടും എടുത്ത് പൊട്ടിക്കാൻ ഞങ്ങളുടെ സൈഡിൽ സാധനം ആകെ ഞങ്ങൾ പൊട്ടിക്കുന്നത് ട്രംപ് ഇടക്ക് വന്നിട്ട് ഈ പറഞ്ഞ എക്സിൽ പൊട്ടിക്കൽ മാത്രമല്ലാണ്ട് കയ്യിൽ പൊട്ടിക്കാൻ സാധനമൊന്നുമില്ല എന്നാണ് അമേരിക്കയിലെ പല ആളുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക ഹോർമോസ് സ്ട്രൈറ്റിലെ ബുദ്ധിമുട്ട് ഒരിക്കലും ഹോർമോസ് ഇനി പഴയതുപോലെ ആവില്ലെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ബാബൽ മന്ദിൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഹൂത്തികളുടെ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഇവർ തൊട്ടിട്ടുണ്ടോ തൊട്ടതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുള്ളൊരവസ്ഥ. അതായത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരു 4-5 പോയിന്റുകൾ മാത്രമായിരുന്നു യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അല്ലേ. ഏതൊക്കെയാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിലുള്ള പോയിന്റുകൾ? ഇറാൻ്റെ റെജീം ചേഞ്ച് കൊണ്ടുവരണം, ഇറാനിൽ അവരുദ്ദേശിച്ച നമ്മുടെ ഷാ ഭരണം കൊണ്ടുവരും, അതിനുശേഷം കംപ്ലീറ്റ്ലി IRGC ഇല്ലാണ്ടാക്കും, IRGCയുടെ പുതിയ മിസൈൽ രൂപീകരണങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, ഇവരുടെ യുറേനിയം എൻറിച്ച്മെൻറ്റും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ പ്രോക്സികളുടെ സപ്പോർട്ട് ഇല്ലാണ്ടാക്കും. ഇങ്ങനെ 5 പോയിന്റുമായിട്ട് അമേരിക്ക വന്നത്. ഈ 5 പോയിന്റിൽ തൊടാൻ പോലും പറ്റിയില്ല. കുറേ നേതാക്കളെ കൊന്നു. അവർ മരിച്ചപ്പോഴേക്കും അടുത്ത സെറ്റ് ഓഫ് ആളുകൾ റെഡി ആയിട്ട് അവിടെ വന്നു. റജീമിൽ തൊടാൻ പറ്റിയിരുന്നില്ല. ഈ മിസൈലുകൾ പണ്ടുണ്ടാക്കിയതിനേക്കാൾ ഡബിൾ ഉണ്ടാക്കി തുടങ്ങി. സത്യം പറഞ്ഞാൽ മിസൈൽ ഇപ്പോൾ തീർന്നത് ഇസ്രായേലിൻ്റെ മിസൈലുകളും തീർന്നു, അമേരിക്കയുടെ മിസൈലും തീർന്നു. ഇറാൻ്റെ 70% ഇങ്ങനെ പ്രൊഡക്ഷൻ വന്നുകൊണ്ടേയിരിക്കുക. റെജീം ചേഞ്ച് വരുന്നില്ല. പ്രോക്സികളുടെ സപ്പോർട്ടിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ഇതേപോലെ തന്നെ ഹൂത്തികളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ടീമിനെയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ തൊട്ട് കഴിഞ്ഞാൽ ഇറാനും അടിക്കുന്നു പറഞ്ഞാൽ ഇറാൻ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. യുറേനിയം എൻറിച്ച്മെൻറ്റിൽ ഒരു തൊടാനും പറ്റില്ല. അതിപ്പോഴും അവിടെ നടത്തിയിട്ടുണ്ട്. അത് എവിടെയെന്ന് പോലും കണ്ടുപിടിക്കാൻ പോലും അമേരിക്കക്ക് പറ്റുന്നില്ല. അവരുടെ ഏതൊക്കെയോ ആണവ നിലയങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞാൽ പോലും അത് മറ്റേ ഈ പാറ പൊട്ടിച്ച പോലെ ഇറാൻ വന്നിട്ട് പാറ മാറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കക്ക് തൊട്ടത് ഇവിടെ ഇത് പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലാണ് അമേരിക്കയുടെ കംപ്ലീറ്റ് ആ ടീംസ് മൊത്തം. ഇസ്രായേൽ, അമേരിക്കയും വരെ മൂട് താങ്ങി നടന്നിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പം ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട്. ഏതായാലും ഇനി വരുന്ന ഒരു 48 to 72 hours എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർണായകമായിട്ടുള്ള അവേഴ്സാണ്. ചില ആളുകളുടെ എന്താ പറയുക നിഗമനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു ആളുകൾ പറയുന്നത് നയതന്ത്രപരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കുള്ള ചാൻസ്, അതായത് ഇറാൻ US പ്രതിനിധികൾ തമ്മിൽ യഥാർത്ഥത്തിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണമാണ് ഇനിയുള്ള 72 hours ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. അബ്ബാസ് അറാച്ചി ഇപ്പോൾ നാളെ ഈ വെള്ളിയാഴ്ച പാകിസ്ഥാനിലോട്ട് പോകുന്നുണ്ട്. ഒരു ഉന്നതതല ചർച്ചക്കാന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അത് നടക്കുമോ അല്ലെങ്കിൽ നടന്ന് അമേരിക്കയുമായിട്ട് അല്ല അമേരിക്ക അങ്ങോട്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും ഒരു ഡീലിലെത്തുമോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കപ്പൽ ഗതാഗതത്തിൻ്റെ വിവരങ്ങൾ, അതായത് ചൈനീസ് കപ്പലുകൾ തടസ്സമില്ലാതെ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം പാശ്ചാത്യ കപ്പലുകളാണെങ്കിലോ അതൊക്കെ തടയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു കപ്പൽ ഗതാഗതം ഇതിലൂടെ എങ്ങനെ നടക്കും? ചൈനക്കും റഷ്യക്കും ഇറാഖിനും മാത്രമാണോ ഈ സപ്പോർട്ടുള്ളത്? ബാക്കിയുള്ള രാജ്യങ്ങളുടെ അതായത് സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ മൊത്തം ഈ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസും എല്ലാം, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല മറ്റേ എന്താ പറയുക ചെങ്കടലും ഈ പറഞ്ഞ ബാബൽ മന്ദം ഒക്കെ എല്ലാം റെഡ് സീ ഒക്കെ ക്ലോസ് ആയി കിടക്കുന്ന അവസ്ഥയിൽ എപ്പോൾ ഉള്ളത്. അപ്പം അത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഈ 72 hours നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങൾ. ഓക്കെ, അമേരിക്ക ഇങ്ങനെ വിട്ടതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യും? ഇസ്രായേലാണല്ലോ ഇപ്പോൾ പൊട്ടിക്കും എന്ന് അവിടെ അങ്ങനെ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, വാക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രായേലിൻ്റെ സൈനിക നീക്കം, അമേരിക്ക സമാധാന പ്രഖ്യാപനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സ്വതന്ത്രമായിട്ട് ഗസയിലും ലെബനിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിലോട്ട് അടിക്കാൻ എപ്പോഴും പേടിയാണ്. അതാണ് ഏറ്റവും കോമഡി ഇവിടെ. ഇപ്പോഴും ഇന്നലെയും ലെബനോനിലും അവിടെയും ഇവിടെയൊക്കെ ഇടയ്ക്ക് പോയി പോകുമ്പോഴും ഗാസയിലെ ആൾക്കാരെ കൊന്നു തീർത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇറാനിലോട്ട് അങ്ങനെ പോയി അടിക്കില്ല. ഇറാനിലോട്ട് അടിച്ചെന്തല്ല
തിരിച്ചടി കിട്ടുമല്ലോ. ഇപ്പോൾ ഗസയിലോ ലെബനോലോ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് തിരിച്ചടി കിട്ടാനില്ല അവർക്ക്. പിന്നെ ഈ പറഞ്ഞ എസ്ബുള്ള ആണെങ്കിലും എസ്ബുള്ള ഇടക്കിടക്ക് ബോംബിടും, 1, 2, 3 വെച്ചിട്ട് ഇസ്രായേൽ ഓരോ പട്ടാളക്കാരെ ദിവസം കൊന്നു തീർക്കുന്നുണ്ട്. അതല്ലാത്ത വലിയ അടി ലെബനോനും വരാനില്ല. അപ്പം അങ്ങോട്ട് ബോംബിടും. ഇറാനിലോട്ടിട്ട് അങ്ങനെയല്ല, ഇറാനിലോട്ട് കൂട്ടടി അങ്ങോട്ട് അടിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് ഇസ്രായേൽ തൊടൂല. അപ്പം ഇസ്രായേലിൻ്റെ നീക്കങ്ങളിൽ എന്തായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് അമേരിക്ക ഒരു സമാധാന കരാറിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും? ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ലോകം ഉറ്റുകണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു ഡീല്, ഈ പറഞ്ഞ സ്ട്രൈറ്റുകളൊക്കെ, അതായത് ഈ കടലിടുക്കുകളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും, പിന്നെ ഇസ്രായേൽ മുഞ്ചിത്തെറ്റിയിരിക്കോ എന്നുള്ള 3 കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ദുബായിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ഉള്ളതുപോലെ പറയുമല്ലോ, സത്യമാണോ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് യെസ് ഓർ നോ ഇട്ടാൽ മതി, നിങ്ങൾ ഇത് പറയുന്നത് വേണ്ട, യെസ് ഓർ നോ അത് മതി. അപ്പോൾ ഈ മറ്റ് അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.